ക്ഷേത്രത്തിലെ വസ്ത്രധാരണ വിവാദത്തിൽ മുഖ്യമന്ത്രിയെയും ശിവഗിരി മഠത്തെയും കടന്നാക്രമിച്ച് NSS ജനറൽ സെക്രട്ടറി ജി സുകുമാരൻ നായർ. ഇതര മതവിഭാഗങ്ങളിലെ നടപടിക്രമങ്ങളെ വിമർശിക്കാൻ മുഖ്യമന്ത്രിക്കും ശിവഗിരി മഠത്തിനും ധൈര്യമുണ്ടോ എന്ന് സുകുമാരൻ നായർ ചോദിച്ചു. കാലങ്ങളായി നിലനിൽക്കുന്ന ആചാരം മാറ്റണമെന്ന് പറയാൻ ഇവർ ആരാണെന്നും NSS ജനറൽ സെക്രട്ടറിയുടെ ചോദ്യം. ഈ വ്യാഖ്യാനങ്ങളൊക്കെ ഹിന്ദുവിൻ്റെ പുറത്ത് മാത്രമേ ഉള്ളൂ. ഇവിടെ ക്രൈസ്തവ മതക്കാരുണ്ട്, മുസ്ലിം സമുദായങ്ങൾക്കുണ്ട്. വസ്ത്രധാരണത്തിലായാലും മറ്റുള്ള കാര്യത്തിലായാലും ഒക്കെ ഓരോ നടപടിക്രമങ്ങളുണ്ട്. ആ നടപടിക്രമങ്ങളെ ഒന്നും ശിവഗിരിക്കോ ഇവിടുത്തെ മുഖ്യമന്ത്രിക്കോ വിമർശിക്കാൻ ധൈര്യമുണ്ടോ? കാലാകാലങ്ങളിലായി നിന്നു പോകുന്ന ആചാരക്രമങ്ങളെപ്പറ്റി അത് മാറ്റിമറിക്കണമെന്നാണ് ഇവർ പറയുന്നത്. ആരാ ഇത് പറയാൻ? ഇത് മനുഷ്യൻ്റെ വിശ്വാസികളുടെ അവകാശമല്ലേ? മുഖ്യമന്ത്രി ഇതിനെ സപ്പോർട്ട് ചെയ്തിട്ടുണ്ട്. അദ്ദേഹം അത് ചെയ്യാൻ പാടില്ലായിരുന്നു. ഓരോ ക്ഷേത്രങ്ങളുടെയും അനുഷ്ഠാന കർമ്മങ്ങൾക്ക് വിഘ്നം വരാത്ത രീതിയിൽ ഉടുപ്പിട്ടാണേലും ഉടുപ്പിട്ടില്ലേലും പോകാനുള്ള സ്വാതന്ത്ര്യം ഹൈന്ദവ സമൂഹത്തിൽപ്പെട്ടവർക്കുണ്ട് എന്നാണ് എനിക്ക് പറയാനുള്ളത്. മനീഷ് മഹിപാൽ വിവരങ്ങൾ നൽകും പെരുന്നയിൽ നിന്ന്. മനീഷ്, ശിവഗിരിയിൽ തുടങ്ങിയ ചർച്ചയാണ്, അതിന് പെരുന്നയിൽ ഒരു മറുപടി ഉണ്ടാകും എന്ന് ഏവരും പ്രതീക്ഷിച്ചിരുന്നു. ആ മറുപടിയാണ് ഇപ്പോൾ ജി സുകുമാരൻ നായർ പറഞ്ഞത്. യഥാർത്ഥത്തിൽ മുഖ്യമന്ത്രിയേക്കാൾ കൂടുതൽ NSS ജനറൽ സെക്രട്ടറി ആക്രമിച്ചത് ശിവഗിരിയെയാണെന്ന് തോന്നുന്നു, അല്ലേ? തീർച്ചയായും വിജയകുമാർ, അത്തരത്തിലുള്ളൊരു വ്യാഖ്യാനം ഉണ്ടായിരുന്നു. നേരത്തെ ഈ വിഷയത്തിൽ NSSന്റെ നിലപാട് എന്താണെന്ന് മാധ്യമങ്ങൾ ചോദിച്ചിരുന്നെങ്കിൽ അദ്ദേഹം പ്രതികരിക്കാൻ തയ്യാറായിരുന്നില്ല. എന്നാൽ ഇപ്പോൾ മന്നം ജയന്തിയുടെ പൊതുസമ്മേളനത്തിലാണ് അദ്ദേഹം പ്രസംഗത്തിൽ ഈ വിഷയത്തിൽ കാര്യങ്ങൾ കൃത്യമായി അവതരിപ്പിച്ചുകൊണ്ട് എന്താണ് NSSന്റെ നിലപാട്, സർക്കാർ ഏത് വിധത്തിൽ പെരുമാറണം, ഒപ്പം തന്നെ ശിവഗിരി മഠത്തിന് ധൈര്യമുണ്ടോ തുടങ്ങിയ ചോദ്യങ്ങൾ ഉന്നയിക്കുന്നു. ഒപ്പം തങ്ങളുടെ നിലപാടുകൾ പറയുന്നു. നമ്പൂതിരിയാണോ എന്ന് തിരിച്ചറിയാൻ വേണ്ടിയിട്ടാണ് ഈ രീതിയിൽ ഉടുപ്പ് ധരിക്കാതെ ക്ഷേത്രത്തിലേക്ക് കയറുന്ന അടക്കമുള്ള വ്യാഖ്യാനങ്ങൾ നൽകുന്നു. പക്ഷേ എന്തുകൊണ്ടാണ് ഹിന്ദു സമൂഹത്തിൻ്റെ മേൽ മാത്രം ഇത്തരം വ്യാഖ്യാനങ്ങൾ? ക്രിസ്ത്യാനികൾക്കും മുസ്ലിങ്ങൾക്കും ഒക്കെ തന്നെ അവരുടേതായ ആചാരങ്ങളുണ്ട്. പക്ഷേ അവരുടെ ആചാരങ്ങൾക്ക് മേൽ ഇത്തരത്തിലുള്ള വ്യവസ്ഥകൾ വെക്കാനോ സമൂഹത്തിൽ ഇങ്ങനെ ഒരു ചർച്ച നടത്താനോ മുഖ്യമന്ത്രിക്കോ ശിവഗിരി മഠത്തിനോ ധൈര്യമുണ്ടോ എന്നുള്ള ചോദ്യം മുന്നോട്ട് വെക്കുന്നുണ്ട്. അതേസമയം ഇതുമായി ബന്ധപ്പെട്ട ചരിത്രപരമായിട്ടുള്ള വ്യാഖ്യാനങ്ങൾ അദ്ദേഹം പ്രതികരിക്കാൻ തയ്യാറാകുന്നില്ല. ഓരോ ക്ഷേത്രങ്ങളിലും അതിൻ്റെതായ ആചാരങ്ങളുണ്ട്. ഉടുപ്പ് മേൽമുണ്ട് ധരിച്ച് കയറുന്ന ക്ഷേത്രങ്ങളുണ്ട്, അവിടെ ധരിച്ച് തന്നെ കയറട്ടെ. ധരിക്കാതെ കയറേണ്ട ക്ഷേത്രങ്ങളുണ്ട്, അവിടെയൊക്കെ അങ്ങനെ കയറട്ടെ. ശിവഗിരി മഠത്തിൻ്റെ ക്ഷേത്രങ്ങൾ ഒരു പക്ഷേ അങ്ങനെ ഉടുപ്പ് ധരിച്ച് കയറുന്ന ക്ഷേത്രങ്ങളാണെങ്കിൽ അങ്ങനെ കയറട്ടെ. എന്തിനാണ് ഹിന്ദു സമൂഹത്തിൻ്റെ മേൽ ഇത്തരത്തിലുള്ള വ്യവസ്ഥകൾ വെക്കുന്നതും ഈ രീതിയിൽ ഉള്ള വ്യാഖ്യാനങ്ങൾ നടത്തുന്നതുമുള്ള പിടിവാശി എന്തിനാണുള്ളത്? അതിന് വിജയകുമാർ സൂചിപ്പിച്ചതുപോലെ സർക്കാരിനൊരു താക്കീത് കൊടുത്തുകൊണ്ട് തന്നെ ശിവഗിരി മഠത്തിനെയാണ് രൂക്ഷമായി വിമർശിക്കുന്നത്. ഇങ്ങനെ ഒരു ചർച്ച എന്തുകൊണ്ട് മാത്രമാണ് ഹിന്ദു സമൂഹത്തിൽ നടക്കുന്ന വിമർശനമുണ്ട്. ഒരു പക്ഷേ ഈ മന്നം ജയന്തി പൊതുപരിപാടിയിൽ അദ്ദേഹം നമ്മൾ പ്രതീക്ഷിച്ചതുപോലെ എന്തെങ്കിലും ഒരു പൊളിറ്റിക്കൽ ഹിൻഡ് രമേശ് ചെന്നിത്തലയെ സംബന്ധിച്ചുള്ള താക്കോൽ സ്ഥാനത്തിലേക്ക് നൽകുമോ എന്നതരത്തിലുള്ള ഹിൻഡ് പ്രതീക്ഷിച്ചെങ്കിൽ അത്തരത്തിലുള്ള പരാമർശം ജി സുകുമാരൻ നായരുടെ ഭാഗത്ത് ഉണ്ടായില്ല. ഉദ്ഘാടകനെ മാറ്റി അദ്ദേഹം രമേശ് ചെന്നിത്തല ഉദ്ഘാടകനായപ്പോൾ അദ്ദേഹം അത് വളരെ നന്നായി എന്ന ഒരു പരാമർശം അദ്ദേഹത്തെ പുകഴ്ത്തിയിട്ടുണ്ട്. വാനോളം പുകഴ്ത്തിയെങ്കിലും പൊളിറ്റിക്കലായ ഒരു ഹിൻഡ് രമേശ് ചെന്നിത്തലയെ സംബന്ധിച്ച് ജി സുകുമാരൻ നായർ നൽകിയിട്ടില്ല എന്ന് ഏറെ ശ്രദ്ധേയമായ കാര്യമാണ്. ഒപ്പം തന്നെ ഈ ഒരു വിഷയത്തിൽ തങ്ങളുടെ നിലപാട് അത് സർക്കാരിനെയും ഒപ്പം തന്നെ ശിവഗിരി മഠത്തെയും രൂക്ഷമായി വിമർശിച്ചുകൊണ്ടാണ് അദ്ദേഹം പറഞ്ഞിട്ടുമുള്ളത്. ശരി മനീഷ്, എന്തായാലും തുടക്കത്തിൽ പറഞ്ഞതുപോലെ ശിവഗിരിയിൽ തുടങ്ങി, അത് പെരുന്നയിൽ വന്നപ്പോൾ അതിന് മറുപടി ഉണ്ടായി. പക്ഷേ അത് അവിടെയും അവസാനിക്കുന്നില്ല, അതിലെ ചർച്ചകൾ തുടരുകയാണ്.